സൂപ്പർമാൻ എന്ന മൂവിയുടെ ആദ്യത്തെ ടീസർ ട്രെയിലറിൽ സൂപ്പർമാന്റെ തലയിലേക്ക് ഒരാൾ ഒരു സോഡ ക്യാൻ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടതാണ്. അയാള് ആ സോഡ ക്യാൻ വലിച്ചെറിയുമ്പോൾ ആ സോഡ ക്യാൻ തലയിൽ തട്ടിയിട്ട് സൂപ്പർമാൻ കണ്ണ് ചിമ്മുന്നതും നമ്മൾ കണ്ടു. ഒരു സോഡ ക്യാൻ വന്ന് തലയിൽ തട്ടിയാൽ സൂപ്പർമാനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ കണ്ണുകൾ ചിമ്മുമോ? സൂപ്പർമാൻ അറിയപ്പെടുന്നത് തന്നെ മാൻ ഓഫ് സ്റ്റീൽ എന്നാണ്. ഈ ഒരു സീന് ഫാൻസിന്റെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെ സൂപ്പർമാന്റെ അവസാനം ഇറങ്ങിയ ഒഫീഷ്യൽ ട്രെയിലറിൽ DC സ്റ്റുഡിയോസ് ആ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. അതെ, സൂപ്പർമാൻ എന്ന മൂവിയുടെ അവസാനം ഇറങ്ങിയ ട്രെയിലറിൽ അയാൾ സോഡ ക്യാൻ വലിച്ചെറിയുമ്പോൾ ആ സോഡ ക്യാൻ തലയിൽ തട്ടിയിട്ടും സൂപ്പർമാന്റെ കണ്ണുകൾ ചിമ്മുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പക്ഷെ എനിക്കിപ്പോഴുമുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, സോഡ ക്യാൻ വന്ന് തലയിൽ തട്ടുമ്പോ സൂപ്പർമാൻ എന്തിനാണ് തല വെട്ടിക്കുന്നതെന്നാണ്. സൂപ്പർമാൻ എന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ ഒരു കൈജുവിന്റെ ആക്രമണത്തിൽ നിന്ന് സൂപ്പർമാൻ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ സീനിൽ സൂപ്പർമാൻ വന്ന് ആ സ്ത്രീയെ കൈജുവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ ബിഗ് ബെല്ലി ബർഗറിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിരിക്കുന്ന ഒരു ബിൽ ബോർഡ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. DC കോമിക്സിൽ ഇതേപോലെ ഒരു ബിഗ് ബെല്ലി ബർഗർ എന്ന സ്ഥാപനമുണ്ട്. ഞാൻ ഇതിവിടെ പറയുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കോമിക്സിൽ ഈ ബിഗ് ബെല്ലി ബർഗർ ഓൺ ചെയ്യുന്നത് ലെക്സ് ലൂതറിന്റെ ലൂതർ കോർപ്പ് എന്ന കമ്പനിയാണ്. സൂപ്പർമാൻ എന്ന മൂവിയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ ഒരു വില്ലനെ ആകാശത്ത് വെച്ച് ക്രിപ്റ്റോയും സൂപ്പർമാനും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ വില്ലൻ ഒരു സോൾജർ ആയിരിക്കാം. മാത്രമല്ല, ഇവിടെ ക്രിപ്റ്റോ പറന്നു വന്ന് ആ സോൾജറിന്റെ ഹെൽമെറ്റ് ഊരി മാറ്റുമ്പോൾ അതേ സമയത്ത് തന്നെ സൂപ്പർമാൻ അതിവേഗതയിൽ വന്നിട്ട് ആ സോൾജറിനെ ഒരു പഞ്ച് കൊടുക്കുന്നതും അയാളുടെ പല്ലെല്ലാം തെറിച്ചു പോകുന്നതും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. സൂപ്പർമാന്റെ കയ്യിൽ നിന്ന് ഇടികൊണ്ട ആ സോൾജർ തിരിയുമ്പോൾ അയാളുടെ സ്യൂട്ടിലെ ചെസ്റ്റിൽ LC എന്ന് എഴുതിയേക്കുന്ന ഒരു ലോഗോ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അതായത് ആ സോൾജറിനെ അയച്ചത് LC അഥവാ ലൂതർ കോർപ്പ് എന്ന കമ്പനിയാണ്. ലൂതർ കോർപ്പ് ഓൺ ചെയ്യുന്നത് സൂപ്പർമാന്റെ വില്ലനായ സാക്ഷാൽ ലെക്സ് ലൂതർ ആണ്. സൂപ്പർമാൻ എന്ന മൂവിയുടെ ഒരു ബിഹൈൻഡ് ദ സീൻ ലുക്ക് വീഡിയോ DC പുറത്തുവിട്ടിരുന്നു. ഈ ഡെക്കേഡിലെ തന്നെ ഏറ്റവും മികച്ച സൂപ്പർമാൻ മൂവി ആയിരിക്കും ജെയിംസ് ഗണ്ണ് നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മുടെ ജെയിംസ് ഗണ്ണ് ഗ്രീൻ സ്ക്രീനുകളെയും CGIയും ഒക്കെ ആശ്രയിക്കുന്നതിന് പകരം പ്രാക്ടിക്കൽ എഫക്ട്സിനെയാണ് പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്. ഈ ഒരു സീൻ കൂടുതൽ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി നോർവേയിൽ പോയിട്ടാണ് ഈ സീൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ഒക്കെ സെറ്റിൽ തന്നെ നിർമ്മിച്ചതാണ്. മാത്രമല്ല, ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലെ റോബോട്ടുകളെ CGI ഉപയോഗിച്ചല്ല കാണിച്ചിരിക്കുന്നത്. ആ റോബോട്ടുകൾ റിയൽ ആയിട്ട് തന്നെ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നവയാണ്. ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് പോലെ തന്നെ ഡെയിലി പ്ലാനറ്റും ലൂതർ കോർപ്പും എല്ലാം റിയൽ ലൊക്കേഷൻസിൽ നിർമ്മിച്ചതാണ്. ഇവിടെ കാണിക്കുന്നത് ലെക്സ് ലൂതറിന്റെ മെറ്റാലിക് സ്യൂട്ട് ആയിരിക്കാമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതും ഗംഭീരമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ എന്ന മൂവിക്ക് വേണ്ടി നിങ്ങൾ കട്ട വെയിറ്റിംഗ് ആണോ? കമന്റ് ചെയ്യുക. സൂപ്പർമാൻ എന്ന മൂവിയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ ലെക്സ് ലൂതറും സംഘവും ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് സത്യത്തിൽ സൂപ്പർമാന് വേണ്ടി മാത്രമല്ലേ തുറന്നു കൊടുക്കാറുള്ളൂ. പിന്നെന്തിനാണ് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലെത്തിയ ലെക്സ് ലൂതറിനും സംഘത്തിനും ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് തുറന്നു കൊടുത്തത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ലെക്സ് ലൂതറിന്റെ തൊട്ടടുത്ത് തന്നെ അൾട്രാമാൻ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സൂപ്പർമാന്റെ DNA-യിൽ നിന്നുമാണ് അൾട്രാമാനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അൾട്രാമാൻ സൂപ്പർമാന്റെ കോപ്പി ആണെന്നോ അല്ലെങ്കിൽ ക്ലോൺ ആണെന്നോ ഒക്കെ പറയേണ്ടി വരും. സോ ലെക്സ് ലൂതറും സംഘവും ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ എത്തിയ സമയത്ത് അവിടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റം അൾട്രാമാന്റെ ജനറ്റിക് സിഗ്നേച്ചർ സ്കാൻ ചെയ്തപ്പോൾ കാലൽ അഥവാ സൂപ്പർമാന്റെ ജനറ്റിക് സിഗ്നേച്ചർ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാകാം ലെക്സ് ലൂതറും സംഘവും ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. സൂപ്പർമാൻ എന്ന മൂവിയിൽ ലെക്സ് ലൂതർ സൂപ്പർമാനെ ഇത്രയധികം വെറുക്കുന്നത് എന്തുകൊണ്ടാകാം? ലെക്സ് ലൂതർ സൂപ്പർ സ്മാർട്ട് ആണ്. മാത്രമല്ല, അദ്ദേഹം വളരെ റിച്ച് ആണ്. എർത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് മാൻ ആവാനാണ് ലെക്സ് ലൂതർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ലെക്സ് ലൂതറിനില്ലാത്ത പല സൂപ്പർ പവേഴ്സുമായിട്ട് എത്തിയ സൂപ്പർമാനെ കണ്ടതോടെ അവന്റെ ഉള്ളില് ദേഷ്യവും അസൂയയും ഉടലെടുക്കാനുള്ള കാരണമാവുകയും ചെയ്യുന്നു. എന്ത് പ്രശ്നങ്ങളിലും ലോകത്തെ രക്ഷിക്കേണ്ടത് ഒരു ഏലിയൻ അല്ലെന്നും അത് താനാണ് ചെയ്യേണ്ടതെന്നും ലെക്സ് ലൂതർ വിശ്വസിക്കുന്നു. മാത്രമല്ല, ജനങ്ങൾക്കും ഒരു വിചാരമുണ്ട്, അതായത് എന്ത് പ്രശ്നം വന്നാലും സൂപ്പർമാൻ അവരെ രക്ഷിക്കുമെന്ന്. മാൻ ഓഫ് സ്റ്റീൽ ആയ സൂപ്പർമാൻ ഒരിക്കൽ ഈവിൾ ആയിട്ട് മാറുമോ എന്ന് ലെക്സ് ലൂതർ ഭയപ്പെടുന്നുണ്ട്.
ആ കാരണം കൊണ്ട് തന്നെ സൂപ്പർമാനെ വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ലെക്സ് ലൂഥറിന് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യണം. സൂപ്പർമാനെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സൂപ്പർമാനെ ഇല്ലാതാക്കാൻ സൂപ്പർമാനെ പോലെ ശക്തരായവരെ ക്രിയേറ്റ് ചെയ്ത് അവരെ തന്റെ കൺട്രോളിൽ നിർത്തുകയാണ് ലെക്സ് ലൂഥർ.